അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വഅൻഫിഅനാ മാ അല്ലംതനാ വസിദ്നാ ഇൽമ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അറബിക് ഭാഷാ കോഴ്സിലെ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ രണ്ടാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ ക്ലാസ് നമ്മൾ കേട്ടുകഴിഞ്ഞു. അതിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഉത്തരം നൽകി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ മൊഡ്യൂളിലെ ആദ്യ ചാപ്റ്ററിൽ അദ്ദർസുൽ ഹാദി അഷർ അഥവാ 11ാമത്തെ ചാപ്റ്ററാണെങ്കിലും രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആ ചാപ്റ്ററിലെ തമാരീനാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. നോക്കൂ, തമാരീനിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പലപ്പോഴായി ഊന്നിപ്പറഞ്ഞ ഒരു വിഷയമാണ്. തമാരീൻ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ പാഠഭാഗത്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാൻ, അത് വായിക്കാനാണെങ്കിൽ വായിച്ച്, എഴുതാനാണെങ്കിൽ എഴുതി, അതുപോലെ തന്നെ പറയാനാണെങ്കിൽ പറയാനുള്ള ഒരു പരിശീലനമാണ് തമാരീനിലൂടെ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുക. ശരി, നമുക്ക് വായിക്കാം. ഒന്നാമത്തെ പാഠഭാഗത്ത് നമുക്ക് എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. തമാരീൻ. ഇഖ്റ വക്തുബ്. ഹെഡിങ് തമാരീനാണ്. ആദ്യത്തെ തമ്രീൻ ഏതാണ്? ഇഖ്റ വക്തുബ്. അതെങ്ങനെ അവിടെ ഇഖ്റ എന്ന് വായിക്കുക, വക്തുബ് എങ്ങനെ വായിക്കുക? നമ്മൾ ആദ്യ ഭാഗങ്ങളിലൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ഇഖ്റ നീ വായിക്കുക, വക്തുബ് നീ എഴുതുകയും ചെയ്യുക. ശരി, എന്താണ്? ഒന്ന് വായിച്ചു നോക്കൂ. ഞാനത് വായിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളതൊന്ന് വായിച്ചു നോക്കൂ. ഒന്നാമത്തേത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പാഠഭാഗത്ത് വന്ന, ഞാൻ നേരത്തെ പറഞ്ഞൊരു പാഠഭാഗത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. വായിച്ചു നോക്കിയല്ലേ? മൻ ഫീ ഹാദൽ ബൈത്തി. എങ്ങനെയാണ് വായിച്ചത്? മൻ ഫീ ഹാദൽ ബൈത്തി. എന്താണ് അതിൻ്റെ അർത്ഥം? മൻ ആരാണ്, ഫീ ഹാദൽ ബൈത്തി ഈ വീട്ടിൽ ആരാണ്, ഈ വീട്ടിൽ ആരാണ്. മൻ ഫീ ഹാദൽ ബൈത്ത് ഈ വീട്ടിൽ ആരാണ്. ഉത്തരം എന്താണ്? യെസ്, അവിടെ കൊടുത്തു. ഉത്തരം എന്താണ്? ഫീഹി ഹാമിദുൻ. ഫീഹി ഹാമിദുൻ. അതിൽ ഹാമിദാണുള്ളത്. വീട്ടിൽ ആരാണുള്ളത്? ഈ വീട്ടിൽ ആരാണുള്ളത്? ഫീഹി ഹാമിദുൻ. ഹാമിദാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്താണ് ഈ തംരീന് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്? അവിടെ ഹാമിദുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അവിടെ മുഹമ്മദ് ഉണ്ട് എന്ന് പറയാൻ അറബി ഭാഷയിൽ നമുക്ക് കഴിയണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രയോഗം തംരീനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ ആരാണ് ഈ വീട്ടിലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം ഫീഹി ഹാമിദുൻ, അവിടെ ഹാമിദുണ്ട്. അപ്പോൾ ബൈത്ത് എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്തതാണ്. ബൈത്തുൻ എന്നുള്ളത് എന്താണ്? ബൈത്തുൻ അതേതാ? പ്രയോഗം ഏതാ? അത് മുഅന്നസ് ആണോ മുദക്കറാണോ? മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗത്തെ അറിയിക്കുന്നതാണ്. മുദക്കർ എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗത്തെ അറിയിക്കുന്നതുമാണ്. എങ്കിൽ ബൈത്ത് എന്നുള്ളത് ഏതാണ്? ബൈത്തുൻ, അതെ, അത് പുരുഷ വിഭാഗത്തെ അറിയിക്കുന്നതാണ്. എങ്കിൽ അവിടെ ഫീഹി എന്നാണ് ഉപയോഗിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ബൈത്തുൻ വീട്ടിലുണ്ട് അല്ലേ, അവിടെയുണ്ട്. വീടിനെ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ എന്ന് പറയുമ്പോൾ ഫീഹി ഹാമിദുൻ, ഫീഹി എന്നാണ് പറയാം. ഇനി അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. അടുത്തത് എന്താണ്? മാദാ ഫിൽ ഹഖീബത്തി. മാദാ ഫിൽ ഹഖീബത്തി. മാദാ എന്താണ്? ഫിൽ ഹഖീബത്തി ബാഗിൽ എന്താണുള്ളത്? നോക്കൂ, ബാഗിൽ എന്താണുള്ളത്? ബാഗിൽ എന്താ? ഹഖീബത്ത്. ഹഖീബത്ത് എന്താണ്? സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മാദാ ഫിൽ ഹഖീബത്തി ബാഗിൽ എന്തുണ്ട്? അവിടെ നോക്കൂ, അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടെ പ്രത്യേകം കൊടുത്തിട്ടുള്ളത്? ഫീഹാ, ഫീഹാ കിതാബി, ഫീഹാ കിതാബി വഖലമി വദഫ്തരി. അവിടെ ഫീഹ എന്നുള്ളതിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഫീഹ
എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അവിടെയുണ്ട്, അവിടെയുണ്ട്. എന്തുകൊണ്ട്? മുകളിലുള്ളതിനും എന്താണ്? ഫീഹി എന്നുള്ളതിനും അവിടെയുണ്ട് എന്നതാണ്, ഫീഹ എന്നുള്ളതിനും അവിടെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫീഹി എന്നുള്ളത് തൊട്ട് മുമ്പ് അതിൻ്റെ തൊട്ട് മുന്നായി പറഞ്ഞിട്ടുള്ള വാക്ക് പുരുഷ വിഭാഗത്തെ അറിയിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ, അഥവാ മുദക്കറിനെ അറിയിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ഫീഹി എന്നാണ് പറയാം. എന്നാൽ അവിടെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്ന വാക്കുകളാണ് എന്നുണ്ടെങ്കിൽ ഫീഹ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് തംരീനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. മാദാ ഫിൽ ഹഖീബത്തി, ഹഖീബത്തിൽ എന്താണുള്ളത്? ഹഖീബത്തിലുള്ളത് എന്താ? ഫീഹ, അതിലുണ്ട്, കിതാബി, എൻ്റെ പുസ്തകമുണ്ട്, വഖലമി, എൻ്റെ പേനയുണ്ട്, വദഫ്തരി, എൻ്റെ നോട്ട്ബുക്കുമുണ്ട്. അപ്പോൾ ദഫ്തർ എന്ന് പറയുന്നത് നോട്ട്ബുക്കിനെയാണ് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. ശരി, അടുത്തതിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ നോക്കൂ, മൻഫി സയ്യാറത്തി, മൻഫി സയ്യാറ, കാറിൽ ആരാണുള്ളത്? ഫീഹ അബി വ ഉമ്മി വ അഹി വ ഉഖ്തി. അണ്ടർലൈൻ ചെയ്തത് കണ്ടില്ലേ? പ്രത്യേകമായി നോട്ട് ചെയ്യുക. ഫീഹ, സയ്യാറത്ത് മുഅന്നസാണ്, സ്ത്രീ ഭാഗമാണ്, അതുകൊണ്ടാണ് അവിടെ ഫീഹ എന്ന് ഉപയോഗിച്ച്. ഫീഹ അബി വ ഉമ്മി വ അഹി വ ഉഖ്തി, അതിലെൻ്റെ ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദരനുണ്ട്, സഹോദരിയുമുണ്ട്. അപ്പോൾ സയ്യാറത്ത്, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്. സയ്യാറത്ത് അതെന്താണ്? സയ്യാറത്ത് എന്ന് പറയുന്നത് മുഅന്നസാണ്, സ്ത്രീ ഭാഗത്തെ അറിയിക്കുന്നതാണ്. അതിനെ ഉദ്ദേശിച്ചുകൊണ്ട് അതിലുണ്ട് എന്ന് പറയുമ്പോൾ ഫീഹ എന്നാണ് ഉപയോഗിക്കുക എന്നർത്ഥം. ശരി, അടുത്ത നോക്കൂ, നാലാമത്തെ തംരീൻ. മൻ ഫി മസ്ജിദിൽ ജാമിഅത്തിൽ ആന, മൻ ആരാണ്? ഫി മസ്ജിദിൽ ജാമിഅത്തിൽ ആന, യൂണിവേഴ്സിറ്റി പള്ളിയിൽ ഇപ്പോൾ ആരാണുള്ളത്? ഇതൊക്കെ നേരത്തെ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ആ രൂപത്തിൽ ഞാൻ തന്നെ അർത്ഥം പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. പുതിയൊരു കാര്യമാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ പഠിപ്പിക്കേണ്ടതുള്ളൂ. അൽ ആൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ, നൗ. മസ്ജിദുൽ ജാമിഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റി മോസ്ക്, യൂണിവേഴ്സിറ്റി പള്ളിയിൽ ഇപ്പോൾ ആരാണുള്ളത്? എന്താണ് അതിൻ്റെ ആൻസർ കൊടുത്തത്? മാ ഫീഹി അഹദുൻ, മാ ഫീഹി അഹദുൻ, അവിടെ ഒരാളും ഇല്ല, മാ ഇല്ല, മാ ഫീഹി അഹദുൻ. അപ്പോൾ ഫീഹി, മസ്ജിദ് എന്നുള്ളത് മുദക്കറാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഫീഹി എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാ ഫീഹി അഹദുൻ, അവിടെ ഒരാളുമില്ല. അപ്പോൾ അവിടെ ഒരാളുമില്ല എന്ന് നമുക്ക് അറബിയിൽ പറയാനെന്താണ്? മാ ഫീഹി അഹദുൻ, അവിടെ ഒരാളുമില്ല. നമുക്ക് ചോദിക്കെന്താ? മൻഫിൽ ബൈത്ത്, വീട്ടിലാരാളുള്ളത്? മാ ഫീഹി അഹദുൻ, എല്ലാവരും വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് എന്ന് പറയാം. മൻഫിൽ ഗുർഫ, റൂമിലാരാണുള്ളത്? മാ ഫീഹ അഹദുൻ, മാ ഫീഹ അഹദുൻ. ഗുർഫത്ത് എന്നുള്ളത് എന്താണ്? സ്ത്രീ വിഭാഗമാണ്, അതുകൊണ്ട് അവിടെ മാ ഫീഹ അഹദുൻ. മൻഫിൽ മസ്ജിദ്, പള്ളിയിൽ ആരാണുള്ളത് എന്ന് ചോദിച്ചാലോ മാ ഫീഹി അഹദുൻ, അവിടെ ഒരാളുമില്ല. ഇതേ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അഞ്ചാമത്തേത് നോക്കൂ, മൻ ഫീ ഹാദിഹിൽ ഗുർഫ, ഈ റൂമിൽ ആരാണുള്ളത്? മൻ ഫീ ഹാദിഹിൽ ഗുർഫ, ഈ റൂമിൽ ആരാണുള്ളത്? ശരി, ഫീഹ അൽ മുദീർ, ഫീഹ അതിലുണ്ട്, അൽ മുദീർ മാനേജറുണ്ട്. അപ്പോൾ ഈ റൂമിൽ മാനേജറുണ്ട്. ഫീഹൽ മുദീറു, അതിൽ മുദീറുണ്ട്. മുദീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനേജർ അല്ലെങ്കിൽ ഡയറക്ടർക്കൊക്കെ എന്ത് പറയും? ഗുർഫത്ത് എന്ന്, മുദീർ എന്ന് ഉപയോഗിക്കും. അപ്പോൾ ഫീഹൽ മുദീർ, അതിൽ മാനേജറുണ്ട്. ശരി, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ തംരീനിലേക്ക് നമുക്ക് നോക്കാം. നോക്കൂ, ഇഖ്റ, ഒന്ന് വായിച്ചു നോക്കാം. ഉഹിബ്ബു അബി വ ഉമ്മി, ഉഹിബ്ബു അബി വ ഉമ്മി. രണ്ടാമത്തെ ഉഹിബ്ബു അഖി വ ഉഖ്തി, ഉഹിബ്ബു സമീലി, ഉഹിബ്ബു ഉസ്താദി, ഉഹിബ്ബുല്ലാഹ, ഉഹിബ്ബു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉഹിബ്ബു അല്ലുഗത്തൽ അറബിയ്യ. ഈ വാക്കുകളിലൊക്കെ ഇവിടെ ഉഹിബ്ബു ഉഹിബ്ബു എല്ലാത്തിലും വന്നിട്ടുള്ളത്, ആദ്യ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് എന്താണ്? 7 ഉദാഹരണങ്ങളിലും ആദ്യം കൊടുത്തത് ഉഹിബ്ബു എന്ന പ്രയോഗമാണ്. ഉഹിബ്ബു എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ സ്നേഹിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇത് വന്ന വാക്ക് അഹബ്ബ എന്നതിൽ നിന്നാണ് വന്നത്. അഹബ്ബ, അഹബ്ബ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസാണ്.
അവൻ ഇഷ്ടപ്പെട്ടു, അവൻ സ്നേഹിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇഷ്ടപ്പെട്ടു എന്നതിനർത്ഥമുണ്ട്. സാധാരണ ഉപയോഗിക്കുന്നത് സ്നേഹിച്ചു എന്നുള്ളതാണ്. അഹബ്ബ എന്ന് പറഞ്ഞാൽ അവൻ സ്നേഹിച്ചു എന്നാണ്. ശരി, എന്നാൽ അതിൻ്റെ മുദാരിയാണ് യുഹിബ്ബു എന്ന് പറയുന്നത്. യുഹിബ്ബു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ സ്നേഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ സ്നേഹിക്കുന്നു, അവൻ സ്നേഹിക്കുന്നു. എന്നാൽ ഞാൻ സ്നേഹിക്കുന്നു എന്ന പ്രയോഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ സ്നേഹിക്കുന്നു എന്നതിനെന്താ പറയുക? ഈ ഒരു ഉഹിബ്ബു എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നു എന്നാണ്. ഇനി നീ സ്നേഹിക്കുന്നു എന്നാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാക്കിനെന്താ പറയുക? തുഹിബ്ബു എന്നാണ് പറയുക. നീ സ്നേഹിക്കുന്നു എന്നതിന് അറബിയിൽ തുഹിബ്ബു എന്നാണ് പറയുക. ഞങ്ങൾ സ്നേഹിക്കുന്നു എന്നതാണെങ്കിൽ നുഹിബ്ബു എന്നാണ് പറയുക. നുഹിബ്ബു, നുഹിബ്ബു. ഇതൊക്കെ നമ്മൾ വിശദമായി ഭാവിയിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. പക്ഷേ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഭാഗങ്ങളൊന്ന് പറയുന്നു എന്ന് മാത്രം. നുഹിബ്ബു എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നു എന്നാണ്. നുഹിബ്ബു, ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ ഇത്രയും പ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അഹബ്ബ എന്നതിൽ നിന്നാണ് ഈ വന്നത്. അഹബ്ബ എന്ന് പറഞ്ഞാൽ അവൻ സ്നേഹിച്ചു. യുഹിബ്ബു എന്ന് പറഞ്ഞാൽ അവൻ സ്നേഹിക്കുന്നു. ഉഹിബ്ബു എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നു. തുഹിബ്ബു എന്ന് പറഞ്ഞാൽ നീ സ്നേഹിക്കുന്നു. നുഹിബ്ബു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഉഹിബ്ബു അബി വ ഉമ്മി, ഞാൻ എൻ്റെ ഉപ്പയെയും ഉമ്മയെയും ഞാൻ സ്നേഹിക്കുന്നു. ഉഹിബ്ബു അഹി വ ഉഖ്തി, ഞാൻ എൻ്റെ സഹോദരനെയും സഹോദരിയെയും സ്നേഹിക്കുന്നു. ഉഹിബ്ബു ജമീലി, ഞാൻ എൻ്റെ സഹപ്രവർത്തകനെ സ്നേഹിക്കുന്നു. ഉഹിബ്ബു ഉസ്താദി, ഞാൻ എൻ്റെ ഉസ്താദിനെ സ്നേഹിക്കുന്നു. ഉഹിബ്ബുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. ഉഹിബ്ബുൻ നബിയ, ഞാൻ നബിയെ സ്നേഹിക്കുന്നു. ഉഹിബ്ബുൽ ലുഗത്തൽ അറബിയ, ഞാൻ അറബി ഭാഷയെ സ്നേഹിക്കുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉഹിബ്ബു അബീ വ ഉമ്മി എന്നാണ് പറഞ്ഞത്. ഉഹിബ്ബു ജമീലി എന്നാണ് പറഞ്ഞത്. എന്നാൽ അതേ സമയത്ത് നോക്കൂ, ഈ നാലിടങ്ങളിലും ഉഹിബ്ബു അബീ വ ഉമ്മി, ഉഹിബ്ബു അഹി വ ഉഖ്തി, ഉഹിബ്ബു ജമീലി, ഉഹിബ്ബു ഉസ്താദി എന്ന് പറഞ്ഞപ്പോൾ ബാക്കി 3 ഭാഗങ്ങളിലും 5, 6, 7 ഭാഗങ്ങളിൽ വന്നതെന്താണ്? ഉഹിബ്ബുല്ലാഹ. ഫത്തഹിട്ട് കൊടുത്തു. പ്രധാനമായും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണ്? ഇവിടെ ഉഹിബ്ബുല്ലാഹ ഫത്തഹാണ്. ഉഹിബ്ബുൻ നബിയ, അതുപോലെ തന്നെ ഉഹിബ്ബുൽ ലുഗത്തൽ അറബിയ്യത എന്നാണ്. പ്രത്യേകിച്ച് ഇവിടെ ഈ ലാസ്റ്റ് കൊടുക്കുന്നതൊക്കെ ഫത്തഹിലൂടെയാണ് അതിനെന്ത് ചെയ്യുന്നത് വന്നത്. എന്തുകൊണ്ടാണ് എന്നതിന് നമ്മൾ മനസ്സിലാക്കി പോവേണ്ടതുണ്ട്. ഇവിടെ അബീവ ഉമ്മി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു വസ്തുവിനെ എന്തിനെയാണ് സ്നേഹിക്കുന്നത്? അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന അതിന് പറയുന്ന കാര്യമാണത് മഫ്ഊലുൻ ബിഹി എന്നതാണ് അതിന് പറയുക. മഫ്ഊലുൻ ബിഹി എന്നാണ് പറയുക. ഈ മഫ്ഊലുൻ ബിഹി എന്നതിന് എപ്പോഴും അറബിയിൽ മഫ്ഊലുൻ ബിഹി എന്നതിന് ഫത്ഹായിരിക്കും. മഫ്ഊലുൻ ബിഹി, അതാണ് ഇവിടെ നീ എന്തിനെ സ്നേഹിക്കുന്നു? ആ ചോദ്യത്തിനുള്ള ഉത്തരം അള്ളാഹുവിനെ എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉഹിബ്ബുല്ലാഹ എന്നാണ് പറയേണ്ടത്. ഉഹിബ്ബുല്ലാഹ, നീ എന്തിനെ സ്നേഹിക്കുന്നു? ഞാൻ അറബി ഭാഷയെ സ്നേഹിക്കുന്നു. അപ്പോൾ ഇവിടെ അറബി ഭാഷയെ, അള്ളാഹുവിനെ എന്ന് പറയുന്ന ആ പ്രയോഗങ്ങൾക്ക് ഫത്ഹാണ് എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഉഹിബ്ബുല്ലാഹ ഉഹിബ്ബുൽ ലുഗത്തൽ അറബിയ എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. നീ എന്താണ് വാങ്ങിയത്? ഞാൻ പേന വാങ്ങി എന്നാണ് പറയുന്നത് എങ്കിൽ അവിടെയൊക്കെ എന്താണ്? ഫത്ഹായിരിക്കും കൊടുക്കേണ്ടത്. എന്നാൽ അതേ സമയത്ത് ഇവിടെ ഫത്ഹ അല്ലല്ലോ വന്നിട്ടുള്ളത്. എവിടെ? ഉഹിബ്ബു അബീ എന്നല്ലേ വന്നത്? ഉഹിബ്ബു ഉമ്മി എന്നല്ലേ വന്നത്? അവിടെയാണ് ഈ ഒരു പ്രയോഗത്തിൽ നമ്മൾ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അബീ എന്ന് പറയുമ്പോൾ
ഞാൻ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതിന് യാ ഉൽ മുത്തക്കല്ലിം എന്നാണ് പറയുന്നത്. അപ്പോൾ അബീ ഇതിന് പറയുന്ന കെസറിന് ശേഷം വരുന്ന ഈ യാന് പറയുന്നത് യാ ഉൽ മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആരാണോ സംസാരിക്കുന്നത് അവരിലേക്ക് ചേർത്ത് എൻ്റെ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് അതാണ് യാ ഉൽ മുത്തക്കല്ലിം. അപ്പോൾ ഈ യാ ഉൽ മുത്തക്കല്ലിം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ മഫ്ഊലിൻ്റെ സ്ഥാനത്താണത്. പക്ഷേ ഇതിന് നമുക്ക് ഫത്ഹ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യില്ല, പാടില്ല. അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അബീ വ ഉമ്മി, ഉഹിബ്ബു അബീ വ ഉമ്മി, ഞാൻ എൻ്റെ ഉപ്പയെയും ഉമ്മയെയും ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഫത്ഹ് കൊടുക്കാത്തത് കസറിന് ശേഷം വരുന്ന ആ യാ അത് യാ ഉൽ മുത്തക്കല്ലിമാണ്. അതിന് ഫത്ഹ് കൊടുക്കാൻ പാടുള്ളതല്ല. പക്ഷേ അത് മനസ്സിലാക്കുമ്പോൾ ആ സന്ദർഭം അവിടെ ഫത്ഹിൻ്റെ സന്ദർഭമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, ഉഹിബ്ബു അഹീ വ ഉഖ്തി, ഇവിടെയും അതാണ്. ഞാൻ എൻ്റെ സഹോദരനെയും സഹോദരിയെയും ഞാൻ എന്ത് ചെയ്യുന്നു, സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ സഹോദരനെയും സഹോദരിയെയും ഞാൻ സ്നേഹിക്കുന്നു. അതുപോലെ ഉഹിബ്ബു ജമീലി, ഞാൻ എൻ്റെ സഹപ്രവർത്തകനെ സ്നേഹിക്കുന്നു. ഉഹിബ്ബു ഉസ്താദി, ഞാൻ എൻ്റെ ഉസ്താദിനെ സ്നേഹിക്കുന്നു. അപ്പോൾ എൻ്റേത് എന്ന് ചേർക്കുന്ന ആ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ്. അല്ല എങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ പറയുകയാണ് ഉദാഹരണമായിട്ട് ഉഹിബ്ബു ഞാൻ സ്നേഹിക്കുന്നു. ഉഹിബ്ബു അൽ വാലിദ, വാപ്പാക്ക് പറയും അൽ വാലിദ, ഞാൻ എൻ്റെ എന്നുള്ളത് ഉഹിബ്ബുൽ വാലിദ, ഞാൻ ഉപ്പയെ സ്നേഹിക്കുന്നു. ഉഹിബ്ബുൽ ഉമ്മ, ഞാൻ ഉമ്മയെ സ്നേഹിക്കുന്നു. ഉഹിബ്ബുൽ ഉമ്മ, ഇവിടെ ഫത്ഹാണ് കൊടുക്കേണ്ടത്. പക്ഷേ എൻ്റെ എന്നതിലേക്ക് ചേർക്കുമ്പോൾ അവിടെ യാഉൽ മുത്തക്കല്ലിമായിട്ട് വരും. ആ ഒരു സന്ദർഭത്തിൽ അവിടെ ഫത്ഹ് കൊടുക്കാതെ ആ ഒരു പ്രയോഗം തന്നെയാണ്, യാഉൽ മുത്തക്കല്ലിമിലേക്ക് ചേർത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഫത്ഹ് കൊടുക്കാൻ പാടുള്ളതല്ല. ഈ ഒരു രണ്ട് വ്യത്യാസം ഈ ഒരു തംരീനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രണ്ട് ഭാഗങ്ങളും കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക. ഉഹിബ്ബു അബീ വ ഉമ്മി എന്നുള്ളത് 4 വരെയും യാ ഉൽ മുത്തക്കല്ലിമിലേക്ക് ചേർത്തു. ആ യാ ഉൽ മുത്തക്കല്ലിം ഏതാണ്? അബീ എന്നതിലെ അവസാനം കാണുന്ന യാ, അഹീ എന്നതിലും ഉഖ്തി എന്നതിലും വരുന്നു. എന്നാൽ ഇവിടെ ഉഹിബ്ബുല്ലാഹ, യാ ഉൽ മുത്തക്കല്ലിമിലേക്കല്ലാതെ വരുന്ന സന്ദർഭത്തിൽ അവിടെ ഉഹിബ്ബുല്ലാഹ, ഉഹിബ്ബുൻ നബിയ, ഉഹിബ്ബുൽ ലുഗത്തൽ അറബിയ എന്ന് ഫത്ഹ് കൊടുത്തുകൊണ്ട്, അത് സ്പഷ്ടമായി വ്യക്തമായി ഫത്ഹ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ തംരീനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമുക്ക് കൂടുതൽ അറിയാനും അത് പ്രാക്ടിക്കലാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.